സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരുകയാണ്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിലാണ് ഈ മുന്നറിയിപ്പുള്ളത്. പാലക്കാട് താപനില 40 ഡിഗ്രിയിലേക്ക് എത്താനാണ് സാധ്യത. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വീണ്ടും റെക്കോർഡിലാണ്. അതേസമയം ഇന്നു മുതൽ 22 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളിയാണ് ചേരുന്നത്. മേഘ്ന, വെരി ഗുഡ് മോർണിംഗ്. ഒരു വശത്ത് കടുത്ത ചൂടാണ്, വൈദ്യുതി ഉപഭോഗം അത് റെക്കോർഡ് കടന്നു നിൽക്കുന്നു. നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കുമെന്ന സൂചനകൾ വരുന്നു. എന്നാൽ ഇടിമിന്നലോട് കൂടിയ മഴ ചിലയിടങ്ങളിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലയിടങ്ങളിൽ അത് എക്സ്പീരിയൻസ് ചെയ്തതുമാണ്. ക്രിസ്റ്റീന, വേനൽ മഴ ലഭിക്കുകയാണെങ്കിൽ വൈദ്യുതി ഉൽപാദനത്തിലും അതുപോലെ തന്നെ ചൂടിനും ഒരാശ്വാസം ഉണ്ടാകും, വർധനവുണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ KSEB പൊതുവെ വിലയിരുത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം 12 ജില്ലകളിലാണ് നിലവിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലുമാണ് ഉയർന്ന താപനിലയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിൽ വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ താപനില ഉയരുമെന്നുള്ള കാര്യം, അത് വിയർത്തൊലിക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതിൽ പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൊല്ലം, കോട്ടയം ജില്ലകളിൽ 39-38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു മുന്നറിയിപ്പായി വരുന്നത്. അതിനുവേണ്ട മുൻകരുതലുകൾ അടക്കം എടുക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതുപോലെ സംസ്ഥാനത്തെ പല ജില്ലകളിലും ഇന്നലെ വേനൽ മഴ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ 22 വരെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതുപോലെ തന്നെ വലിയ ആശങ്കയാകുന്നത് ഈ വൈദ്യുതി ഉൽപാദനം തന്നെയാണ്. ഇന്നലെ വൈകുന്നേരം മാത്രം 6033 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉപയോഗിച്ചു കഴിഞ്ഞത്. അതിനുശേഷം ഇനി 260 മെഗാവാട്ട് കൂടി വർദ്ധിച്ചാൽ ലോഡ് ഷെഡിങ്ങിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് KSEBയുടെ ഒരു വിലയിരുത്തലായി വരുന്നത്. അതുപോലെ തന്നെ എല്ലാ ഡാമുകളിലും സംഭരണ ശേഷി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 30% താഴെ മാത്രമാണ് വെള്ളമുള്ളത് എന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത്. അതുപോലെ നീരൊഴുക്കും കുറവാണ്. അതുകൊണ്ട് തന്നെ ഉൽപാദനം കാര്യമായി നടക്കുന്നില്ല. ഇതും വലിയ പ്രതിസന്ധി ഈ വൈദ്യുതി ഉൽപാദനത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. എന്തായാലും മഴ ലഭിച്ചാൽ ഈ കാര്യം ചൂട് കുറയും, അതുപോലെ തന്നെ വൈദ്യുതി ഉൽപാദനത്തിൽ ഒരു വർധനമുണ്ടാവും, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത്. എന്തായാലും ഈ ചൂടിന്റെ ഒരു സാഹചര്യത്തിൽ മുൻകരുതലുകൾ എടുക്കണം. അതുപോലെ തന്നെ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങുന്നവർ സൂക്ഷിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ, കൂടാതെ കൂടുതൽ വെള്ളം കുടിക്കുക എന്നടക്കമുള്ള മുൻകരുതലുകളാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, മേഘ്ന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.